ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഹണ്ടർ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വേഗത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു റൈസാണ്. ഒരു സിമ്പിൾ കുസ്ക ബിരിയാണി. ഇത് നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. സാധാരണ ബിരിയാണിയിലേക്ക് എടുക്കുന്ന അത്രത്തോളം സാധനങ്ങൾ ഇതിലേക്ക് വേണ്ട. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 4 കപ്പ് ബിരിയാണി റൈസാണ്. ഇടത്തരം വലിപ്പത്തിലുള്ള 3 തക്കാളി വേണം. വലിയുള്ളി 1 മതിയാവും. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റും ഒരു പച്ചമുളകും. ഒരു തണ്ട് കറിവേപ്പിലയും വേണം. ഒരു കഷ്ണം ഇഞ്ചിയും 6 ഇതള് വെളുത്തുള്ളി കൂടി എടുത്തു വെക്കാം. ഇതൊരു ബൗള് പുതിനയിലയാണ്. പിന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഒരു പാത്രത്തിൽ ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട പൊടികൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഏലക്ക 8 എണ്ണം, കറുവാപ്പട്ട 3 എണ്ണം, ഗ്രാമ്പു 6 എണ്ണം. ഇതുകൂടിയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചു. ഇനി ചെയ്യേണ്ടത് ടൊമാറ്റോ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ നമ്മുടെ മസാലയും, അതായത് ഏലക്കായ, ഗ്രാമ്പു, കറുവാപ്പട്ട, ഇത്രയും സാധനങ്ങളാണ്. വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കണം. ടൊമാറ്റോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തീ ഓൺ ചെയ്ത് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. നെയ്യ് ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാട്ടോ. ഇനി നമ്മൾ സാധാരണ നെയ്ച്ചോറിലേക്കൊക്കെ ചെയ്യുന്ന പോലെ വലിയുള്ളി ആദ്യം വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായി വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലിട്ടൊന്ന് വറുക്കുക. കരിഞ്ഞു പോവരുത്. അടുത്തതായി ഇതിലേക്ക് ടൊമാറ്റോ ജ്യൂസ് ചേർക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ്. പച്ചമുളക് നടു ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ചേർത്താൽ മതി. ഇതൊന്ന് നന്നായി വഴന്നു കഴിഞ്ഞാൽ പിന്നെ ചേർക്കാനുള്ളത് വെള്ളമാണ്. നമ്മളെടുത്ത റൈസിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത്. 4 കപ്പ് റൈസ് എടുത്തതുകൊണ്ട് 8 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളമാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. തണുത്ത വെള്ളമാണെങ്കിലും പ്രശ്നമല്ല. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കിയാൽ മതി. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർക്കാം. ക്യാരറ്റ് ചെറുതായാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർക്കാം. നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കി കുക്കർ മൂടി വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. ഒരു വിസിൽ വന്ന ഉടനെ തന്നെ കുക്കർ ഓഫ് ചെയ്യാം. ആവി പോയ ശേഷം കുക്കർ തുറന്ന് മല്ലിയില ചേർത്ത് കൊടുക്കണം.
ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ മൂടിയ ശേഷം 2 മിനിറ്റ് കൂടി അങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്കിത് വിളമ്പാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുസ്ക ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായി നോൺ വേണമെന്നൊന്നുമില്ല, സാലഡ് ആയാലും മതി. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി റെഡ് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം.